ചൈനക്കാർക്ക് മാത്രമാണോ? ചൈനക്കാർക്ക് മാത്രം ബ്ലഡ് കൊടുക്കുന്ന അന്ന ബ്രൈറ്റ് സാഹചര്യം കിട്ടിയില്ല. ടെസ്റ്റ് ഇവിടെ റിസൾട്ട് വരുന്നുണ്ട്. അന്ന ബ്രൈറ്റിന്റെ അടുത്ത് കുറച്ച് മാറി കേട്ടോ. ഇതിന്റെ മീൻസ് ഷാമേത്ത മനസ്സിലായില്ലേ? ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഓക്കെ ഓക്കെ നമുക്ക് യുദ്ധം വേണ്ട, ഒന്നും വേണ്ട, നമ്മള് ചോര വരെ കൊടുക്കാൻ റെഡിയാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? അതില് കുറെ ജ്യൂസും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അന്ന ബ്രൈറ്റിനെയും കൂട്ടിയിട്ട് സിയാനിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ നേരെ ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് വന്നേക്കാണ്. അന്ന ബ്രൈറ്റ്, അവിടെ ബ്ലഡ് ഡൊണേഷന്റെ സംഭവം ഉണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണോ? ചൈനയിൽ വന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? 3 വട്ടം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ വട്ടം. അപ്പൊ ഏകദേശം 6 മാസം, എല്ലാ 6 മാസം കൂടുമ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 പ്രാവശ്യം മൊത്തം ഷാൻഡോങ്ങിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് സിയാൻ പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ. അപ്പൊ സിയാനിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മൊത്തമാണ് ഇന്നത്തെ വ്ളോഗിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഗൈസ് പുതിയ മിനിസോ വരുന്നുണ്ട്. മിനിസോ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. നമുക്ക് BMW Z3 മോഡലിനെയാണ് ഇവർ ഫുള്ള് മിനിസോ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു കാറിനൊക്കെ ഇങ്ങനെ ചെയ്യാവോലെ അതെ ഫുള്ള്. ഇനി നമ്മൾ നേരെ ബ്ലഡ് ഡൊണേഷൻ്റെ അങ്ങോട്ട് പോയിട്ട് കാണാം. അന്ന ബ്രൈറ്റ് ഇത് ചൈനയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുള്ള് ഇതാണ് വരുന്നത് കേട്ടോ. സിയാൻ ഇതിൻ്റെ ബ്ലഡ് ക്യാമ്പിൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. സിയാൻ ബ്ലഡ് ക്യാമ്പിൻ്റെ ഇതിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് മൊത്തം ചൈനീസിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ചൈനീസിൽ എഴുതിയാൽ ഇതിൽ നമ്മൾ മുന്നേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ 6 മാസം സമയം കഴിഞ്ഞു അത് ഇതൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നെയിമും കാര്യങ്ങളും കൊടുക്കണം. അന്ന ബ്രൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഫീവർ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഡൊണേറ്റ് ചെയ്യണില്ല ഗൈസ്. നമ്മൾ പിന്നെ ഒരു ദിവസം വേറെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലഡ് പ്രഷർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന ബ്രൈറ്റ് എന്താ പറയാനുള്ളത്? എത്ര ml കൊടുക്കുന്നത്? 400 ml. ലാസ്റ്റ് എപ്പോഴാണ് കൊടുത്തേ? ലാസ്റ്റ് 6 മാസം മുമ്പ്. 4ാമത്തെ വട്ടം ചൈന വന്നിട്ട് 4ാമത്തെ വട്ടം. നാട്ടിൽ കൊടുത്തിരുന്നോ? ചൈനക്കാർക്ക് മാത്രമാണോ? ചൈനക്കാർക്ക് മാത്രം ബ്ലഡ് കൊടുക്കുന്ന അന്ന ബ്രൈറ്റ് സാഹചര്യം കിട്ടിയില്ല. ഇനി നാട്ടിൽ പോയിട്ട് ഫുള്ള് ബ്ലഡ് ഡൊണേഷൻ തന്നെ. എല്ലാ 6 മാസം കൂടുമ്പോഴും ആർക്കെങ്കിലും ബ്ലഡ് വേണമെങ്കിൽ അന്ന ബ്രൈറ്റിനെ കൊണ്ട് ഏതാണ് AB പോസിറ്റീവ് ആ അല്ലേ O നെഗറ്റീവ് ഒക്കെ വേണ്ടേ? എന്നിട്ട് ഇപ്പോൾ BP ഓക്കെ ആണ്. എന്താണ് അന്ന ബ്രൈറ്റ്? എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ടെൻഷനാണോ? ഫുഡ് കഴിച്ചില്ലേ? അന്ന ബ്രൈറ്റ് ചൈനക്കാർക്ക് 4 പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് 4ാമത്തെ പ്രാവശ്യം. പക്ഷേ ഇന്ത്യൻസിനായിരിക്കും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് നീ കൊടുക്കൂലേ? അങ്ങനെ കൊടുക്കും. നല്ല സ്നേഹത്തോടെ നമ്മളോട് പെരുമാറണം ആൾക്കാർ. അപ്പൊ ചൈനക്കാരെല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അതിന് പുറമെ ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പാത്രം കിട്ടും, പാവ കിട്ടും. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? കഴിഞ്ഞ 3 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എന്ത് പാവയായിരുന്നു? ലബൂബുവിന് കിട്ടിയിട്ടുണ്ട്. പട്ടിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. വലുതായിരുന്നോ ചെറുതായിരുന്നു? പിന്നെ ബിഗാണോ? പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ബ്രെഡ് തന്നിരുന്നു. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഫുഡ് വാങ്ങിച്ചു തന്നു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ തന്നു. ഇപ്പൊ ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അപ്പൊ $58 കിലോ ഉണ്ട് അന്ന ബ്രൈറ്റ് അല്ലേ? വെറുതെ അല്ല, പെട്ടിയൊക്കെ എടുത്ത് ചുമക്കുന്നുണ്ടായിരുന്നല്ലോ. യൂണിയൻകാരെ വെട്ടിക്കുമല്ലേ? പിന്നെ വേറെന്താ പറയാനുള്ളത്? ബാഹുബലിയാണോ? ബാഹുബലി അന്ന ബ്രൈറ്റ്. എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ AC റൂമിലോട്ട് കയറാൻ പോയിട്ട് നമ്മുടെ പോർട്ടബിൾ മെഷീനാണ് ഇവിടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അടി കിട്ടുന്ന തോന്നുന്നു വീഡിയോ എടുക്കണേ പൂജ. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് ഞാനും ഡോണും കൂടിയിട്ട് ഒരു 2019 ചൈനയിൽ ബ്ലഡ് കൊടുത്തേക്കുന്നത്. അന്ന് നമുക്ക് കുറേ ജ്യൂസും ഫ്ലാസ്കും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അന്ന ബ്രൈറ്റിൻ്റെ ഒപ്പമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ശരിതാ അന്ന ബ്രൈറ്റ് എന്താ പറയാനുള്ളത്? എല്ലാ പ്രാവശ്യം പുതിയൊരു പുതുമ വരും നമുക്ക്. അത് ഇപ്രാവശ്യം പിന്നെ കുറച്ച് ഓവറായില്ല. എല്ലാവരും ശ്രദ്ധിക്കും. കോട്ടയിൻ്റെ ചോര.
ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. HIV ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും? HIV ടെസ്റ്റ് ചെയ്യും, എല്ലാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും നോക്കും. പിന്നെ മറ്റേ ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞാലും അവർ നോക്കും. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ നോക്കാം? ഷുഗർ നോക്കും. എല്ലാം നോക്കുന്നുണ്ട്. ഷുഗർ അവിടെ നോക്കുന്നുണ്ടല്ലേ. എത്രയാ മോനെ? ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മുടെ ടെസ്റ്റ് ഇവിടെ റിസൾട്ട് വരുന്നുണ്ട്. അന്ന ബ്രൈറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി കേട്ടോ, എന്തായിരിക്കും എന്ന് പറയാൻ പറ്റൂല. നമ്മൾ സേഫ്റ്റി മസ്റ്റ് ആണല്ലോ ഗൈസ്. അതെ. എന്താണ് അന്ന ബ്രൈറ്റ് കളർഫുൾ ആയിട്ടുണ്ടല്ലോ. എന്താ ഇങ്ങനത്തെ കളർ? ക്ഷമ വേണം, സമയം എടുക്കും. ചൈന അല്ലേ, എല്ലാം പെട്ടെന്നാവട്ടെ. കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപ്പിലിട്ടു. എനിക്ക് തോന്നുന്നു ഓൺലൈനായിരുന്ന സമയത്ത് ബയോകെമിസ്ട്രിയിൽ, മോളിക്കുലർ ബയോളജിയിൽ, ബയോകെമിസ്ട്രിയിൽ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? എത്രയായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടാവും. നോർമലായിരിക്കും. ഓക്കെ. HIV നെഗറ്റീവ്. ഓക്കെ, സെറ്റ് അല്ലേ? പള്ളി വിടുന്നുണ്ടല്ലോ. ഇവ വന്നിട്ട് ചോദിച്ച് നമ്മൾ വ്ളോഗറാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ രീതിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതെ, അന്ന ബ്രൈറ്റ് അവിടെ നിന്നിട്ട് കുറേ ആ ചെക്കനുമായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഹലോ, ഇതാ മോനെ നോക്കണമെന്നൊക്കെ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്ക്. കമ്പനിയാണ് രണ്ടുപേരും ബ്ലഡ് ഡൊണേറ്റ്. ഞാൻ കൊടുക്കാൻ പോണ അവൻ കൊടുത്തു വന്നിരിക്കുന്നു. ഓക്കെ, അവനെന്താ കിട്ടുന്നു നോക്കാം, അതിനനുസരിച്ചിട്ട് കിട്ടും. ആ, എല്ലാ സംഭവം സെറ്റ് ആയിട്ടോ. ഇനി കുറെ ബാർകോഡൊക്കെ വന്നിട്ടുണ്ട്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് വെള്ളം കുടിക്കാൻ, വെള്ളം കുടിച്ച് നേരെ ബ്ലഡാക്കി വേഗം ഇവിടെ നിന്ന് വെള്ളം കുടിക്കണം. പിന്നെ നമുക്ക് മുട്ടായിയൊക്കെ കിട്ടും, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ജ്യൂസ് മുട്ടായി, ഷുഗർ ക്യൂബ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അടി കിട്ടും ചിലപ്പോ. നീ കൊടുക്കുന്നില്ലല്ലോ ബ്ലഡ്, നീ എന്തിനാ കഴിക്കണ നോക്കും. നാളെ കൊടുക്കാൻ മോട്ടിവേഷൻ. അതെ അതെ, വെള്ളം കുടിക്കുന്നുണ്ട് അന്ന ബ്രൈറ്റ്. കാപ്പിയാണോ? നല്ല മധുരമുള്ള വെള്ളം. പിന്നെ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ മധുരമുള്ള വെള്ളമല്ലേ ഉണ്ടാവുക. കുറച്ച് ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ORS ആക്കായിരുന്നല്ലേ. ഓക്കെ. അന്ന ബ്രൈറ്റ് വെറും ഷുഗർ മാത്രമല്ല കേട്ടോ, എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ഫ്രൂട്ടാ? ബ്ലൂബെറി ആണോ? ഇത് ബ്ലൂബെറിയുടെ ഉള്ളിൽ കുരു ഉണ്ടാവില്ല. ഇല്ല, കുരു ഉണ്ടാവില്ല. ഇതിന്റെ മിക്സ് ഷമീത്ത മനസ്സിലായില്ലേ? നീ അന്ന ബ്രൈറ്റ് ഷുഗർ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കുന്നുണ്ട്. എന്തോ ഒരു ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് നല്ലതാ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂബെറി, പക്ഷെ ബ്ലൂബെറിയുടെ ഉള്ളിൽ കുരുല്ല. ഇത് വേറെ എന്തോ ഒരു ബെറി കണ്ടു കഴിഞ്ഞാൽ ബ്ലൂബെറി. പക്ഷെ അത് പഴമാണ് അല്ലേ, അതൊരു ഫ്രൂട്ടാണ്. അത്ര പറഞ്ഞാൽ മതി, കൂടുതൽ അറിയണ്ട. അതെ. അന്ന ബ്രൈറ്റിന്റെ ബ്ലഡ് ഡൊണേഷന്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയിലെ ബ്ലഡ് ഡൊണേഷൻ വലിയ സൂചി കേട്ടോ. അന്ന ബ്രൈറ്റ് ഞാനൊക്കെയാണ് ചെയ്യപ്പോ സെറ്റായിട്ടുണ്ട്. AB പോസിറ്റീവ് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ, അവിടെ കേറുന്നുണ്ട്, സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ML കയറുന്നു എന്ന് കാണിക്കുന്നു. 400 വരെ എത്തിക്കണം നമുക്ക്. സ്പീഡൊക്കെ ഉണ്ട് തോന്നുന്നില്ലേ? ഇതിന്റെ കാറാ. എല്ലാ 6 മാസം കൊടുത്തപ്പോ 4 പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൊടുത്ത്. ശരിയാ, 2 വർഷം. സീൻ തന്നെ. അപ്പൊ ഇതെന്താ സംഭവം? ഇത് ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ ആണോ? അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കൂലല്ലോ. ഇല്ല. ഇവിടെ വേറെന്തോ വലിയ സെറ്റപ്പിലൊക്കെ ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഓ ശരിയാ, യെല്ലോ കളർ അതായി കിടക്കുന്നു.
ഇവിടെ പ്ലാസ്മ സെപ്പറേറ്റ് അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന സംഭവമാണ് അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുൾ ബ്ലഡ്, സാധാ ബ്ലഡ് ഡൊണേഷൻ. എന്ത് തോന്നുന്നു 100 ml ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോയതിനു ശേഷം അന്ന ബ്രൈറ്റിന് എന്ത് തോന്നുന്നു? ഇന്റർവ്യൂ ചെയ്യട്ടെ. എന്താണ് തോന്നേണ്ടത്? ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇരിക്കും, പവർ വരട്ടെ. എല്ലാം ശരിയാണ്. ചോരവീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം. എവിടെ പൂമരം? 150 അറിയില്ല. ഏകദേശം തീരാറാൻ പറഞ്ഞോളൂ. ഓക്കെ, 160 ml ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഏകദേശം 260 ml ആയിട്ടുണ്ട് കേട്ടോ. മോർ ദാൻ 50% ആയിട്ടുണ്ട്. അപ്പൊ അതെ വന്നിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഓക്കെ ഓക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അന്ന ബ്രൈറ്റ് അങ്ങനെ ഫേമസ് ആയി. ഇന്ത്യക്കാരൻ വന്നിട്ട് ചൈനയ്ക്ക് രക്തം കൊടുക്കുന്ന അന്ന ബ്രൈറ്റ്. രാജ്യസ്നേഹം. നമ്മളെല്ലാ രാജ്യങ്ങളും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്, നമുക്ക് യുദ്ധം വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ചോര വരെ കൊടുക്കാൻ റെഡിയാണ്. പീസ്, എല്ലായിടത്തും പീസ്. 300 ml ആയി, വെറും 90 ml കൂടി ബാക്കി മാത്രം. അതെനിക്ക് വന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന 122 ml. ഇനി ഫുള്ള് ആൾക്കാർ അന്ന ബ്രൈറ്റിനെതിരെ ഇരിക്കും. വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തം അന്ന ബ്രൈറ്റിനെതിരെ ഇരിക്കും. നമ്മുടെ ഓക്കെ, ശത്രു രാജ്യത്തിന് എന്തിനു ചോര കൊടുത്തു ചോദിച്ചാൽ എന്ത് പറയും? അതെ അതെ, ബൈബിളില് പറഞ്ഞിട്ടുണ്ട്. അതെ, വേണമല്ലോ. നാട്ടിൽ പോയിട്ട് കൂടി ഡൊണേറ്റ് ചെയ്താൽ മതി, അപ്പൊ കാര്യം സെറ്റ്. പക്ഷെ അത് വീഡിയോ എടുത്തിട്ട് ഇടണേ, വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഓക്കെ സെറ്റ്. അന്ന ബ്രൈറ്റ് ഇവിടെ ഷിയാനിൽ വന്നിട്ട് സ്ഥലങ്ങൾ കണ്ടു. ഇന്നലെ മുസ്ലിം സ്ട്രീറ്റ് കണ്ടു. ഇപ്പോൾ നേരെ നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഇനി നേരെ നമുക്ക് 20 ml 10 ml കൂടി ബാക്കി. 8 ml കഴിയാനായിട്ടോ. 400 ml ഞാനൊരു 2 ml എക്സ്ട്രാ കൊടുത്തോ ചേച്ചി കറക്റ്റ് 400 ml. ആ, 1 ml സെറ്റായി. ബ്ലഡ് ഡൊണേഷൻ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പിടിക്കണോന്നൊക്കെ ഫുള്ള് കൈ എടുക്കണ്ട. ചൈനീസ് ഒന്നും പഠിച്ചിട്ടില്ല. ചൈനീസ് പഠിച്ചിട്ട് ഞാനിവിടെ ആരും കെട്ടി ജീവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ പഠിക്കണം. ഇനി സ്റ്റാൻഡേർഡ് ഒക്കെ കെട്ടി പവർ കൂടി 10 മിനിറ്റ് 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന ബ്രൈറ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന ബ്രൈറ്റ് ഏകദേശം 10 മിനിറ്റ് അടുപ്പിച്ച് ആവാറായി. നമ്മൾ അന്ന ബ്രൈറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം എന്ത് തോന്നുന്നു? ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? തളർച്ചയില്ല. അത് ജ്യൂസിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ? ആ ജ്യൂസ് എനിക്ക് വേണം. ജ്യൂസും സ്നാക്സ് ഒക്കെ കിട്ടും തോന്നുന്നു. ഇവിടെ എന്തൊക്കെയാ കിട്ടാനുള്ളത് നമ്മൾ സഹായിക്കാൻ വേണ്ടി വന്നത്. എനിക്ക് പനിയായതുകൊണ്ടൊക്കെ ഈ ക്ലൈമറ്റ് മാറിയിട്ട് വീണ്ടും പിടിച്ചു കഫും ഫീവറും. ഭയങ്കര ചൂടാണ്. പിന്നല്ല 2 കയ്യിൽ നിന്നും വേണം നമ്മൾ ഒരേ സമയത്ത് കൊടുക്കും. അതെ, പിന്നെ അപ്പുറത്തെ ബെഡിൽ ഞാൻ കിടക്കേണ്ടി വരും. അപ്പൊ ക്ഷീണമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താ? അടുത്തത് ജ്യൂസ് ഇവന്റെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കുടിക്കണം. ഓക്കെ, പിന്നെ പാവ കിട്ടും, പാത്രങ്ങളൊക്കെ കിട്ടാൻ എന്തൊക്കെയോ തരുന്നുണ്ട്. ഓക്കെ, ആ സാധനങ്ങളൊക്കെ എല്ലാം മേടിക്കണം. അപ്പുറത്തൊരു ചൈനക്കാരൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, വീഡിയോ എടുക്കണ്ടല്ലേ നമുക്ക്. വേണ്ട, ആൾക്ക് ഇത്തിരി വേണ്ട. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യില് എഴുതിയിട്ടുണ്ട് ഒക്കെ ഈ പനിത നഗ ഷേത കഴിവാ. ഇവിടെ ടാറ്റു അടിച്ചേക്കണത് ഹിന്ദിയിലട്ടാ. ലിയു കേക്കിൻ മാ, ലിയു കേക്കിൻ ഇത് മീൻസ് മാ. ആ, അപ്പോൾ അത് ചൈനീസിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അച്ഛാ സോറി, ചൈനീസിലല്ല. കൈ ദൂനാക ആ ചൂസ്. ആ, ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ പേരും. ഡേറ്റ് ഓഫ് ബർത്ത് റോമൻ
ഇതിലാണ് എഴുതിയേക്കുന്നത്, പക്ഷെ പേര് ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് ഹിന്ദിയിൽ ടാറ്റു അടിക്കുന്നതാണ്. രാജ്യസ്നേഹം അതാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അന്ന ബ്രൈറ്റും രാജ്യസ്നേഹം കാരണം മറ്റേ ശത്രുസ്നേഹം കാരണം ബ്ലഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കോംപ്രമൈസ് ആയി. ഓക്കെ, വെറുക്കരുത്. ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും അഭിപ്രായം ഉള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, എന്തൊക്കെ കിട്ടാനുള്ളത്. ഓക്കെ, എന്തായാലും ഒന്നും വിളിക്കാത്തത്, ആരും വിളിക്കണില്ല നമ്മളെ. തിരിഞ്ഞു നോക്ക് സ്ലോ മോഷൻ. ഇവിടെ വരുന്ന അങ്ങനെ പറ. വള്ള കൊടയാണോ അത്? യൂസാൻ പാത്രം. ഓക്കെ ഓക്കെ ഹലോ. അപ്പൊ ഇവിടെ കൊടയുണ്ട്, പിന്നെ പാത്രമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണായിരിക്കും എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതില് കുറെ ജ്യൂസും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതല്ലേ കൊട വേണ്ടല്ലോ, പാത്രം. നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അന്ന ബ്രൈറ്റിന് ഈ സാധനമൊക്കെ കിട്ടിയൊക്കെയാണ്. അതെ, അന്നക്ക് പിടിക്കാൻ കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ സാധനം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ബൈ. അങ്ങനെ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും നമ്മൾ സിയാൻ എക്സ്പ്ലോറിംഗ് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം ലെങ്ത്തുള്ള വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് സിയാൻ എക്സ്പ്ലോറിംഗ് വിത്ത് അന്ന ബ്രൈറ്റ് പപ്പ ആൻഡ് മമ്മ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അന്ന ബ്രൈറ്റ് ബൈ ഗൈസ്.